KVS ഹരിദാസ്, ഈ വന്ദേ മാതര വിഷയം ഇത്രയും വിവാദമായതിൻ്റെ ഒരു കാരണം ഇപ്പോൾ വന്ദേ മാതരം പ്രോട്ടോകോൾ അനുസരിച്ച് സത്യപ്രതിജ്ഞ വേദിയിൽ ചൊല്ലി എന്നുള്ളതുകൊണ്ടല്ല. അതിന് പിന്നാലെ BJPയോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ, സംഘപരിവാർ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ അഭിനന്ദന പോസ്റ്റുകളുമായി മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നു വന്ദേ മാതരം പാടുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പോസ്റ്റ് ഇടുകയാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു പോളറൈസേഷൻ്റെയോ അതല്ലെങ്കിൽ ഇതോ ഞങ്ങൾ നേടി എന്ന മട്ടിലോ ഒക്കെയുള്ള ശ്രമം വരുമ്പോഴാണല്ലോ അതിനകത്ത് വിവാദം വരിക. തമാശയാ തോന്നുന്നു. വന്ദേ മാതരം പാർലമെന്റിൽ പാടുമ്പോൾ ഈ ആൾക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കാറില്ലേ? എത്രയോ നാളായിട്ട് എഴുന്നേറ്റ് ഇന്ന് അറ്റൻഷനോടുകൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ വന്ദേ മാതരം നമ്മുടെ മാതാവിനെ കുറിച്ചുള്ളതാ. ഭാരത മാതാവായിട്ട് കാണുന്ന രാജ്യമാണിത്. ആ ഭാരതത്തെ മാതാവായിട്ട് കണ്ട് പൂജിക്കുന്ന ഒരു സങ്കല്പമാണ്. ആ സങ്കല്പത്തെ വികൃതമായിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്തും പറയാം, എന്തും ചെയ്യാം. പണ്ട് കാക്കിനടയിലെ AICC സമ്മേളനത്തിൽ നിന്ന് ഒരു കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഇറങ്ങിപ്പോയിട്ടുണ്ട് വന്ദേമാതരം ചൊല്ലി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഒക്കെ ഇക്കാര്യത്തിലുള്ള നിലപാടുകൾ സമാനം തന്നെയാണ്. പക്ഷെ ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്, ഇത് ഭാരതത്തിന്റെ അഭിമാനമായിട്ടുള്ള ഗീതമാണ്. നമ്മൾ ഭാരതത്തെ മാതാവായിട്ട് കാണുന്ന രാഷ്ട്രത്തെ മാതാവായിട്ട് മുഴുവൻ വരിയും പാടുമ്പോൾ അതേപോലെ കേൾപ്പിക്കും. ശ്രീ KVS ഹരിദാസ്, ഇതിലുള്ള ഒരു പ്രശ്നം, വന്ദേ മാതരത്തിന്റെ ആദ്യത്തെ 8 വരികൾ അത് ദേശീയ ഗീതമായി ഇന്ത്യ ഉപയോഗിക്കുന്ന വരികളാണ്. അതിനുശേഷമുള്ള വരികൾ എന്തോ കുഴപ്പമാണെന്നല്ല ഞാൻ പറയുന്നത്. അതിനുശേഷമുള്ള വരികൾ ദുർഗാസ്തുതികളാണ്, ദേവീസ്തുതികളാണ്. ഹിന്ദു മത വിശ്വാസികളെ സംബന്ധിച്ച് അത് ആ നിലയ്ക്ക് കാണാം. പക്ഷെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സിഖുകാരും ജൈനന്മാരും അങ്ങനെ എല്ലാ മതവിശ്വാസികളും ഉൾക്കൊള്ളുന്ന ഒരു ബഹുസ്വരമായ സെക്കുലർ രാഷ്ട്രമാണല്ലോ. അപ്പോൾ ഒരു മതവിഭാഗത്തിന്റെ ദൈവത്തെക്കുറിച്ചുള്ള സ്തുതി അത് രാഷ്ട്രത്തിന്റെ ഗീതമായി വരുന്നത് എങ്ങനെ എന്ന പ്രശ്നമാണ് അന്ന് 1937 കോൺഗ്രസ് ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്, പിന്നീട് ഭരണഘടനാ അസംബ്ലിയിൽ വരുമ്പോൾ ഉണ്ടാവുന്നത്, ഇപ്പോഴും ഉണ്ടാവുന്നത് അത് തന്നെയാണ്. അങ്ങനെ മറ്റ് മതസ്ഥരെ കൊണ്ടൊക്കെ ഹിന്ദു മത വന്ദനം നടത്തണം, അങ്ങനെ ഒരു രാഷ്ട്രീയ പദ്ധതി ഉണ്ടോ? അല്ല, ഇത് ഭാരതാംബയെ കുറിച്ചാണ്. ഭാരതാംബയെ പല വിധത്തില് എന്താ പറയാ പ്രകീർത്തിക്കുക. സത്യത്തിൽ ശക്തിയാണ്, ആരാധനാമൂർത്തിയാണ്, ഒക്കെയാണ്. ആ നിലയിൽ കാണാൻ പറ്റില്ലെങ്കിൽ എനിക്ക് ഇവരെ കുറിച്ച് വേറൊന്നും പറയാനില്ല. അത് അവരവരുടെ നിലപാടായിട്ട് പോകട്ടെ. ഞങ്ങൾക്കൊരു നിലപാട് ഇക്കാര്യത്തിലുണ്ട്. അത് വന്ദേ മാതരത്തിൻ്റെ ഈ വാർഷിക സമയത്ത് രാജ്യം മുഴുവൻ ചർച്ച ചെയ്തതാണ്. ഇപ്പോഴും ഗവൺമെൻറ് എടുത്തിട്ട് സ്റ്റാൻഡ് അതാണ്. അംഗീകരിക്കേണ്ടവർക്ക് അംഗീകരിക്കാം, ഇല്ലാത്തവർ അതിൻ്റെ കോൺസിക്വൻസസ് ഫേസ് ചെയ്യട്ടെ. എനിക്കതേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. അഭിലാഷ്, എനിക്ക് അതിനേക്കാൾ കൂടുതൽ ഇവരോട് മറുപടി പറയണേക്കാൾ നല്ലത് മിണ്ടാതിരിക്കുന്നത് തന്നെയാണ്. ഇത് രാജ്യത്തിൽ കാശ്മീരം മുതൽ കന്യാകുമാരി വരെ ഇന്ന് ആലപിക്കുന്നുണ്ട്. എല്ലാവരും അതിനകത്ത് അഭിമാനം കൊള്ളുന്നുണ്ട്. അതിൽ ദുഃഖവും വേദനയും ഉള്ളവർ അവരുടെ പണി നോക്കട്ടെ. വേറൊന്നും എനിക്ക് പറയാനില്ല അതിനകത്ത്. പക്ഷെ എനിക്ക് ഈ മന്ത്രിസഭ പോർട്ട്ഫോളിയോസിനെ കുറിച്ച് എനിക്ക് 2-3 കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. കാരണം അതുകൂടി പറഞ്ഞാലേ ഈ റൗണ്ട് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ തർക്കം നടക്കുന്ന പോർട്ട്ഫോളിയോസ് ഏതാണെന്ന് നമുക്കൊക്കെ അറിയാം. ഫിഷറീസാണ്, വിദ്യാഭ്യാസമാണ്, ഒക്കെ അല്ലേ? സത്യത്തില് ഇവിടത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കേരളം ചർച്ച ചെയ്ത പോർട്ട്ഫോളിയോസ് ഏതാ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത്? ഞാൻ പറയും വ്യവസായമാണ്, വിദ്യാഭ്യാസമാണ്. ഇത് രണ്ടുമാണ് കേരളം ഏറെ ചർച്ച ചെയ്ത ഒരു മേഖല. നമുക്ക് വ്യവസായ മേഖലയെക്കുറിച്ച് അറിയാം. ഏതാണ്ട് കേരളം ഇന്ന് വ്യവസായികൾക്ക് വേണ്ടാത്ത ഒരു സംസ്ഥാനമായിട്ട് മാറി. ഒരു വ്യവസായവും കേരളത്തിലേക്ക് വരുന്നില്ല. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ അവർക്ക് ആർക്കും കേരളം വേണ്ട. കുറേ IT പാർക്കുകൾ ഒഴിച്ചാൽ കേരളം ഇന്ന് മരീചികയാണ് ആ രംഗത്ത്. ഈ സ്ഥിതി ഉണ്ടാക്കുന്നതിൽ കേരളത്തിലെ 2 മുന്നണികൾക്കും പങ്കുണ്ട്. അതിൽ 2 മുന്നണികളിൽ മുസ്ലിം ലീഗിന് ഒരു വലിയ പങ്കുണ്ട്. കഴിഞ്ഞ കുറേ നാളായിട്ട് മുസ്ലിം ലീഗ് വഹിച്ചു വരുന്ന ഒരു പോർട്ട്ഫോളിയോ ആണിത്. അത് അവർ വീണ്ടും എടുത്തിരിക്കുന്നു. അതിനെക്കുറിച്ച് ഒരു മാറ്റത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു മാറ്റം വരണമെന്ന് ഈ മുന്നണിയുടെ തലപ്പത്തുള്ളവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ചിന്ത അവിടെ വേണ്ടതായിരുന്നില്ലേ? അതിനുള്ള സാധ്യത കാണുന്നില്ല. അത് ഏതാണ്ട് തീരുമാനിക്കപ്പെട്ട പോലെയാണ്. മറ്റൊന്ന് വിദ്യാഭ്യാസ വകുപ്പാണ്. ഈ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇപ്പോൾ ഫസൽ ഗഫൂറിനെ പോലുള്ളവർ ഇവിടെയുണ്ട്, ഗോകുമാർ സാറിനെ പോലുള്ളവരുണ്ട്. അവരൊക്കെ ഈ വിഷയത്തിൽ നിലപാടുകൾ പലപ്പോഴും വ്യക്തമാക്കണം ഞാൻ കണ്ടിട്ടുമുണ്ട്.
കാരണം കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർ നാട് വിട്ട് പോവുക മറ്റു സ്റ്റേറ്റുകളിലേക്ക്, മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ. ഇവിടെ പഠിക്കാൻ പറ്റുന്നില്ല. ഇവിടെ പഠിക്കാൻ വന്നാൽ തന്നെ അവൻ്റെ കോഴ്സ് യഥാസമയം തീർക്കാൻ പറ്റുന്നില്ല. കോഴ്സ് തീർന്നാൽ പണി കിട്ടുന്നില്ല. അപ്പോൾ പണി കിട്ടാൻ സാധ്യതയുള്ള ബാംഗ്ലൂരിലേക്കോ ഹൈദരാബാദിലേക്കോ ബോംബെയിലേക്കോ ഡൽഹിയിലേക്കോ ഒക്കെ ഇവർ വണ്ടി കയറുക. അതിനേക്കാൾ പറ്റുന്നവർ വിദേശത്തേക്കും പോകുന്നു. ഈ ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധിയും ഇത്തവണ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം അത് ഈ മേഖലയെ ഈ നിലയിലാക്കിയ അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച മുസ്ലിം ലീഗിന് തന്നെ അത് വീണ്ടും കൊടുക്കുന്നു. ഇനി മറ്റൊരു രസകരമായ കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചിട്ട് വേണമെങ്കിൽ നിർത്താം. കൃഷി വകുപ്പിനെ കുറിച്ചാണ്. കാരണം കേരള കോൺഗ്രസിന്റെ നമുക്കറിയാം, കേരള കോൺഗ്രസിന്റെ സ്ഥിരം വാദഗതി എന്താ? ഞങ്ങൾ കർഷകരുടെ പാർട്ടിയാണ്, കർഷകർക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണ്. അവർക്കും കൃഷി വേണ്ട, കൃഷി പോർട്ട്ഫോളിയോ ഒരാൾക്കും വേണ്ട. ആ സ്ഥിതിയിലേക്ക് അവർക്ക് വേറെ വകുപ്പ് മതി. ഇതൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടികൾ പരസ്യമായിട്ട് എടുക്കുന്ന നിലപാടുകളും അവര് വിഷയത്തിലേക്ക് വരുമ്പോൾ എടുക്കുന്ന സമീപനവും ഇതൊക്കെ എക്സ്പോസ് ചെയ്യപ്പെടേണ്ടതാണ്. ഇത് തുറന്നു കാട്ടപ്പെടുന്ന മുഹൂർത്തങ്ങളാണിത് എന്നത് പറയാതെ വയ്യ.